ഇതൊക്കെ നമ്മൾ ഈ ഒരു ഹോളിൽ കാണിക്കാനുള്ള കാല് ചെരുപ്പുമ്പോൾ തന്നെ ഉണ്ടാവും. എവിടെയെങ്കിലും എഴുതി വെച്ചിട്ടുണ്ട് ഇവിടെ ആണാണോ പെണ്ണാണോ എന്നുള്ള. ഹായ് ഗായ്സ്, ഇന്നത്തെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് വീണ്ടും ഒരു ആമസോൺ ഫാഷൻ ഹോളായിട്ടാണ് വന്നിരിക്കുന്നത്. ഈ പ്രാവശ്യം നമ്മൾ ഡ്രസ്സൊന്നുമല്ല പിക്ക് ചെയ്തിരിക്കുന്നത്. ഈ പ്രാവശ്യം നമ്മൾ പിക്ക് ചെയ്തിരിക്കുന്ന സംഭവം മൊത്തം ഇവിടെ ഉണ്ട് കേട്ടോ. എന്തായാലും ഇത് ഡിസ്റ്റർബൻസ് ആവുന്നുണ്ട്. ഇതങ്ങോട്ട് മാറ്റി വെച്ചിട്ട് ഇതൊക്കെ നമ്മൾ ഈ ഒരു ഹോളിൽ കാണിക്കാനുള്ളതാണ്. ഫുൾ ഫുട്വെയർ കളക്ഷൻസ്, ചെരുപ്പുകളാണ് കേട്ടോ മൊത്തം. അപ്പോൾ ഓരോരോ കളക്ഷൻ വെച്ചൊന്ന് നോക്കിയാലോ. അപ്പോൾ ഫസ്റ്റ് നമുക്കിത് ഏതാ വേണ്ട, ആകെ ഒരു കൺഫ്യൂഷൻ അല്ലേ. ഫസ്റ്റ് നമുക്ക് സ്പാർക്സ് വെച്ചിട്ട് തുടങ്ങാം. സ്പാർക്ക് എന്ന് പറയുമ്പോൾ എല്ലാവർക്കും അറിയുന്ന ഒരു ബ്രാൻഡാണ്. പിന്നെ എപ്പോഴും ഇപ്പോൾ സ്കൂൾ തുടങ്ങിയ സമയമാണ്, കുട്ടികൾക്ക് എന്തായാലും ചെരുപ്പുകൾ ആവശ്യമുള്ള സമയമാണ്, അതും ബ്ലാക്ക് ഷെയ്ഡിൽ. അപ്പോൾ അത് വെച്ച് നമുക്ക് തുടങ്ങാം. ബ്രാൻഡ് വരുന്നത് സ്പാർക്ക്. അപ്പോൾ ഇതിൽ ബോയ്സിനുള്ളത് കഴിഞ്ഞ പ്രാവശ്യമൊക്കെ ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പം ഞാൻ ഗേൾസ് ഇത് ബോയ്സിനുള്ളത് തന്നെയാണ്. ഒരെണ്ണോട് ഞാൻ പിക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. ഗേൾസിനുള്ളത് ഞാൻ പിക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇത് ബോയിനുള്ളത് തന്നെയാണ്. ഇതൊക്കെ നോർമലി എല്ലാം ഓഫ്ലൈൻ ഷോപ്പിലൊക്കെ കിട്ടുന്നുണ്ട്. അതിനേക്കാളും റേറ്റ് കുറവിന് ഇപ്പം നമുക്ക് ഓൺലൈൻ അവൈലബിൾ ആണ്. ഇതും പല എന്താ വെച്ചാൽ ഷെയ്ഡ്സ് അല്ല, ഇതിലിപ്പോൾ റൈറ്റിങ് കാര്യങ്ങളൊക്കെ ഞാൻ ഇത് രണ്ടും കൂടി ഇട്ട് എടുക്കാം. ഇതിലിപ്പോൾ റൈറ്റിങ് ഇവിടെ ഒരു റെഡ് കളറിൻ്റെ ആ ഒരു ഷെയ്ഡിലല്ല, ചിലതിൽ ഷെയ്ഡ് ബ്ലാക്ക് ആയിരിക്കും. അങ്ങനെ മാറ്റങ്ങൾ, ചെറിയ മാറ്റങ്ങൾ നമുക്ക് ഇങ്ങനത്തെ സ്പാർക്കിൻ്റെ ഈ ഒരു ബ്രാൻഡിൽ ഇങ്ങനത്തെ ചെരുപ്പുകൾ ഇതൊക്കെ കോമൺ ആണ്. വലിയ എന്താ പറയുക, അടിപൊളി സംഭവം എന്ന് പറയാനായിട്ട്, സംഭവം അടിപൊളിയാണെന്ന് വെച്ചാൽ കോമൺ ആണ്. അങ്ങനെ റയർ സംഭവം എന്ന് പറയാനുള്ളതല്ല. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ക്വാളിറ്റീനെ കുറിച്ച് പറയേണ്ട കാര്യമില്ല, എല്ലാവർക്കും അറിയുന്നതാണ്. എല്ലാവർക്കും ഇതിൻ്റെ റേറ്റും അറിയാം. ഇനിയിപ്പോൾ ഓൺലൈനിലുള്ള റേറ്റ് അത് ലിങ്ക് കയറി നോക്കിയാൽ മതി. ലിങ്ക് കൊടുക്കുന്നത് ഡിസ്ക്രിപ്ഷനിലായിരിക്കും. അപ്പോൾ അതിൽ ലിങ്കിൽ കയറി നോക്കി കഴിഞ്ഞാൽ ഇപ്പോഴത്തെ എക്സാക്റ്റ് വേരിയേഷൻ എത്ര വരും, എന്താ വരും എന്നുള്ളതൊക്കെ അറിയാൻ പറ്റും. ഞാൻ മേടിച്ചിരിക്കുന്ന സൈസ് ഇതിൽ 8. ആക്ച്വലി ഞാൻ 6 ആണ് ഓർഡർ ചെയ്തത്. പക്ഷേ 6 തന്നെയാണ്, എനിക്ക് തെറ്റിയതാണ്. 6 തന്നെയാണ് കേട്ടോ. കുട്ടികൾക്ക് വേണ്ടിയിട്ട് മേടിച്ചിട്ടുള്ളതാണ്. സ്കൂളിലേക്ക് പോകാനായിട്ട് ഇതൊക്കെ ബെസ്റ്റാണ് കേട്ടോ. ഏത് മഴയത്തായാലും വെയിലത്തായാലും ഏത് കാലാവസ്ഥയ്ക്കും പറ്റിയിട്ടുള്ളൊരു ചെരുപ്പാണ്. അപ്പോൾ ഇത് ഹൈലി റെക്കമെൻഡ് പീസാണ് കേട്ടോ. അപ്പോൾ പാക്കിംഗ് ഒക്കെ കണ്ടില്ല, സാധാരണ ഓഫ്ലൈനിൽ വരുന്ന ആ ഒരു സംഭവമൊക്കെ തന്നെ. പിന്നെ ഞാൻ ഷൂ മേടിച്ചിട്ടുണ്ട്, ഏഷ്യൻ ബ്രാൻഡിൻ്റെ ഷൂ. ഇത് കളർ അടിപൊളിയാണ് കേട്ടോ. ഒരു മിലിറ്ററി ഗ്രീൻ ഷെയ്ഡിൽ പാക്കിംഗാണ് ഇങ്ങനെ കാണിക്കുന്നത് കേട്ടോ. മിലിറ്ററി ഷെയ്ഡ് ഗ്രീനിലും ഓഫ് വൈറ്റ് ഷെയ്ഡിൻ്റെ ഒരു കളക്ഷനാണ് ഇത്. ഈ ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ. റേറ്റ് ഒന്നും അധികം ഇല്ല, റേറ്റൊക്കെ ജസ്റ്റ് ഒരു 600 650 ആ ഒരു റേഞ്ചിൽ വന്നിട്ടുള്ള കളക്ഷനാണ് കേട്ടോ. നോക്കി, നല്ല അടിപൊളി ഷൂ അല്ലേ. കളർ കോമ്പിനേഷനും അതിൻ്റെ ആ ഒരു ലേസിൻ്റെ ഡീറ്റെയിലിങ്ങും ഇതിന് ബാക്കിൻ്റെ ഗ്രിപ്പും. ഇത് ഇപ്പോൾ സൈസ് മേടിച്ചിരിക്കുന്നത് 7 ആണ് കേട്ടോ. എനിക്ക് സൈസ് 7 മതി. ഇനിയിപ്പോൾ വിചാരിക്കുക ഇത് ചേച്ചി ഇടുമോ, ഇത് ആണുങ്ങളുടെ ആണ്. പക്ഷേ ആണായാലും പെണ്ണായാലും ഷൂ ഇട്ടാൽ ആരും നോക്കാനോ, എവിടെയെങ്കിലും എഴുതി വെച്ചിട്ടുണ്ട് ഇവിടെ ആണാണോ പെണ്ണാണോ എന്നുള്ള. അപ്പോൾ ആർക്കും വേണമെങ്കിലും ഇടാം കേട്ടോ. ഇതാണ് ഇതിൻ്റെ ഈ ലുക്ക് വരുന്നത്. ശരിക്കുള്ള ഔട്ടർ ലുക്ക് വരുന്നത് ഇങ്ങനെയായിരിക്കും കേട്ടോ. ലുക്ക് വൈസ് സൂപ്പറല്ല, കണ്ടപ്പോൾ തന്നെ അപ്പോൾ തന്നെ പിക്ക് ചെയ്തു. ഇതിൽ കളറാണ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായത്. റേറ്റ് വൈസും കുറവാണ്. ഏഷ്യനിലാണ് ബ്രാൻഡ് വരുന്നത് കേട്ടോ. ഇതും സൈസസും അവൈലബിൾ ആണ്. ഞാൻ മേടിച്ച സൈസ് 7. അപ്പോൾ ഇതും ഒരു ഹൈലി റെക്കമെൻഡ് പീസൊക്കെ തന്നെയാണ്. ഇനിയിപ്പോൾ നോർമൽ ചെരുപ്പായി, ഫ്ലാറ്റായി, ഷൂ ആയി, ഇനിയിപ്പോൾ നമുക്ക് പാർട്ടിക്കൊക്കെ ഇടാൻ പറ്റിയിട്ടുള്ളത് വേണ്ടേ. ഈ ബ്രാൻഡ് നമ്മൾ പെണ്ണുങ്ങൾക്ക് അറിയാണ്ടിരിക്കുമോ? മാർക്ക് ലോറി ബ്രാൻഡിൻ്റെ ലൈറ്റ് ഷെയ്ഡിലാണ് വരുന്നത് കേട്ടോ. ഇതൊരു പമ്പ് ഹീലാണ് വരുന്നത്. എന്ത് ക്യൂട്ട് പ്രിറ്റി, അല്ല വെൽവെറ്റ് ഷെയ്ഡിൽ. അതിലിവിടെ ഫ്രഞ്ച് സൈഡിൽ ഇങ്ങനെ റോസ് ഗോൾഡ് ഡീറ്റെയിലിംഗ് ഒക്കെ കൊടുത്തിട്ടുള്ളത്. എന്ത് രസമല്ല. ഇതൊക്കെ ഇടുമ്പോൾ ഉള്ള ഒരു ലുക്കില്ല, ഒന്ന് പാർട്ടി വെയർ കളക്ഷനിലൊക്കെ സൂപ്പറാണ് കേട്ടോ. ഇത് 7 ആണ് സൈസ്. ഇത് 2 ദിവസം മുന്നൊക്കെ ഇതിൻ്റെ റേറ്റൊക്കെ നല്ല കുറവുണ്ടായിരുന്നു കേട്ടോ. ഇപ്പോൾ റേറ്റ് എത്രയാണെന്ന് ഞാൻ ചെക്ക് ചെയ്തിട്ടില്ല. ഓ, എന്ത് പ്രിറ്റി, എന്ത് ലുക്ക് കണ്ടോ. ഇതിൻ്റെ എക്സാക്റ്റ് പ്രൈസ് അറിയണം നിങ്ങൾക്ക്. പക്ഷേ ഞാൻ മേടിച്ചത് വെറും 700-ന്. വെറും 700. ആ സെയിലിൻ്റെ സമയത്ത്. ഇപ്പോൾ റേറ്റ് കൂടിയിട്ടുണ്ടാവും. ഇപ്പോൾ 900 1000 ബില്ല് തന്നെയാണ്. 900 ആ റേഞ്ചാണ് കാണിക്കുന്നത്. ഇതിൻ്റെ ലിങ്കിൽ കയറി കഴിഞ്ഞാൽ ഒരു 7 ഡീറ്റെയിലിംഗ് കാണാൻ പറ്റും. അപ്പോൾ ബ്ലാക്കിലുണ്ട്, മെറൂണിലുണ്ട്, അങ്ങനെ പല പല ഷെയ്ഡ്സിലൊക്കെ കാണാനുള്ള ഓപ്ഷൻസ് ഉണ്ട് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിലിംഗ് കണ്ടോ. അപ്പോൾ അടിപൊളി ഒരു ഷെയ്ഡാണ് വരുന്നത്. അപ്പോൾ ഇത് പമ്പ് ഹീലായിട്ടുണ്ട്. അതേപോലെ തന്നെ ഞാൻ കഴിഞ്ഞ പ്രാവശ്യം കാണിച്ചിട്ടുള്ളതാണ് ഈ ഒരു ചെരുപ്പ്. ഈ ഒരു പമ്പ് ഹീല് തന്നെയാണ്, പക്ഷേ ഹീലിന് കുറച്ച് വ്യത്യാസമുണ്ട്. ഇതും കുറച്ച് എന്താ പറയുക വൈറലാണ്. സൈമ്പിൾ എന്ത് വേണമെങ്കിലും വിളിക്കാം. സൈമ്പിൾ ബ്രാൻഡിൻ്റെ, സമയം പ്രീമിയം ബ്രാൻഡിൻ്റെ ആണ് വരുന്നത്. കളർ വൈസും
അതിൻ്റെ ആ ഒരു ലെതർ ഒറിജിനൽ അല്ല, എന്തായാലും ഒറിജിനലിനൊക്കെ നല്ല റേറ്റ് ഉണ്ട്. അതിൻ്റെ ഒരു റിപ്ലിക്കാണ് കേട്ടോ ഇത് വരുന്നത്. പിന്നെ ഇതിൻ്റെ ഗ്രിപ്പ് കാര്യങ്ങളൊക്കെ ഒന്ന് ഇട്ട് വരുമ്പോൾ നമുക്ക് നല്ല കംഫർട്ടബിൾ ആണ്. പിന്നെ അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് ഒരു ബക്കളുടെ ഡീറ്റെയിലും കൊടുത്തിട്ടുണ്ട്. ഇതിലിപ്പോൾ നമ്മൾ ഈ കാണിച്ച ഹോളിൽ ഏറ്റവും എക്സ്പെൻസീവ് ആയിട്ടുള്ള ഒരു ചെരുപ്പാണ് ഇത്. ഒരു 1400 ആ ഒരു റേഞ്ച് വന്നിട്ടുണ്ട് കേട്ടോ. ഇപ്പം കാണിക്കുന്നത് 1500 ആ ഒരു റേഞ്ചാണ്. ബാക്കിയുള്ളതൊക്കെ ഒരു 600 700 ആ റേഞ്ചിലാണ് വന്നിട്ടുള്ളൂ. അപ്പോൾ ഇതും ഒരു ഹൈലി റെക്കമെൻഡ് പീസാണ്. റേറ്റ് വൈസ് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ ബോധേഡ് അല്ലാന്ന് വെച്ചാൽ ഡെഫിനറ്റ്ലി ഗോ ഫോർ ദിസ്. അല്ലെങ്കിൽ നിങ്ങൾക്ക് മറ്റേ ഈ സിമ്പിളായിട്ടുള്ള ഈ ഒരു സംഭവത്തിലേക്ക് പോകാം. ഇതും ഏകദേശം ആ ഒരു ഷെയ്ഡിലൊക്കെ പെടുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ ഇതും ഒരു റെക്കമെൻഡ് പീസ് തന്നെയാണ്. ഇനിയിപ്പോൾ ഹീല് കാര്യങ്ങളൊന്നും ഇടുന്നില്ല, ഫ്ലാറ്റ് തന്നെ വേണം. എന്നാൽ പാർട്ടി വെയറിന് യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു കളക്ഷൻ കൂടി വേണമെന്ന് പറയുകയാണെങ്കിൽ അടിപൊളിയാണല്ലേ. ഇത് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട് കേട്ടോ. ഇവിടെ ഇത് ഫുള്ള് കല്ലാണ്. പിന്നെ അതുപോലെ ഇതിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടായിട്ട് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്തിട്ട് നമ്മുടെ കാലിൻ്റെ ഇതനുസരിച്ചിട്ട്. പിന്നെ ഇവിടെ എലാസ്റ്റിക്കാണ്, അപ്പോൾ ഫ്ലാറ്റാണ്. ആ ഒരു ഡീറ്റെയിലും കൂടി ഉണ്ട്. ലുക്ക് വൈസ് ഇങ്ങനെയാണ്. 40 ആണ്. ഇപ്പം ഞാൻ മേടിച്ചത് സൈസ് എനിക്കുള്ള സൈസാണെങ്കിൽ ഞാൻ 40 സൈസാണ് മേടിക്കാന്ന് വെച്ചാൽ 7 UK സൈസ് 40 കേട്ടോ. അങ്ങനെയാണ് മേടിക്കാറ്. ഇത് നമ്മുടെ ഷൂട്ടോപ്പിയ ബ്രാൻഡിൽ നിന്നാണ്. പിന്നെ 2 കൂടി ഉണ്ട്. എൻ്റെ ഈ വണ്ടിയുടെ ഡിക്കിയിൽ എപ്പോഴും എന്തെങ്കിലുമൊക്കെ ചെരുപ്പുകൾ എപ്പോഴും ഒരു സ്പെയർ ഒരു 4-5 എണ്ണം എപ്പോഴും കാണും കേട്ടോ. അപ്പം അങ്ങനെ സ്പെയറിൽ ഒരെണ്ണം ഇവിടെ സൈഡിൽ എവിടെയോ കിടക്കണ്ടായിരുന്നു. ഇത് കാണിച്ചിട്ട് ഞാൻ അത് കാണിക്കാം. ഇത് എപ്പോഴും ഞാൻ കൂടുതൽ യൂസ് ചെയ്യുന്ന രണ്ട് ചെരുപ്പ് ആകെ ഇതും പിന്നെ ഞാൻ കാലുമിട്ടിരിക്കുന്നത്. ഇതാദ്യം കാണിക്കാം. എപ്പോഴും ഞാൻ കൂടുതൽ യൂസ് ചെയ്യുന്നതാണ് കേട്ടോ. ഇതിൻ്റെ ബാക്ക് കണ്ടാൽ അറിയാം. ഇതും എനിക്ക് തോന്നുന്നത് ഷൂട്ടോപ്പിയ ബ്രാൻഡിൽ നിന്ന് തന്നെയാണ് തോന്നുന്നുണ്ട്. ഇത് ഭയങ്കര കംഫർട്ടബിൾ ആയിട്ടുള്ളൊരു ചെരുപ്പാണ് കേട്ടോ. ഇതിൻ്റെ ലിങ്ക് കിട്ടുകയാണെങ്കിൽ ഞാൻ ഇട്ടുതരാം. ഇത് ഏകദേശം കുറച്ച് നാളായി ഞാൻ മേടിച്ചിട്ട്. ഇപ്പോൾ അവൈലബിൾ ആണോ ഇല്ലയെന്ന് എനിക്കറിയില്ല. ഇതിപ്പോൾ ഡിഗ്രി കണ്ടപ്പോൾ അങ്ങനെ ഞാൻ എടുത്ത് കാണിച്ചത്. പിന്നെ ഞാൻ എപ്പോഴും യൂസ് ചെയ്യുന്ന ഒരു സാൻഡലാണ് ഈ ഒരു സാൻഡൽ. ഷൂട്ടോപ്പിയ ബ്രാൻഡിൽ നിന്നാണ് കേട്ടോ ഈ കാണുന്നത്. ഇതും ഒരു പാർട്ടി വെയർ കളക്ഷനാണ്. കാലിൻ്റെ ഭംഗി നോക്കണ്ട, ഷൂവിൻ്റെ ഭംഗി മാത്രം നോക്കിയാൽ മതി കേട്ടോ. ഓക്കെ, ഇനി നമുക്ക് 2 കൂടി കാണിക്കാണ്ടെന്ന് പറഞ്ഞില്ലേ. 2 കൂടി കാണിക്കാനുള്ളതിൽ ഇത് വെച്ചിട്ട് നമുക്ക് പിടിക്കാം. ഷൂട്ടോപ്പിയ ബ്രാൻഡിൻ്റെ നല്ല നല്ല കളക്ഷൻസ്, അതും റേറ്റ് കുറവിൽ നമുക്ക് അവൈലബിൾ ആണ്. അങ്ങനെ പിക്ക് ചെയ്തിട്ടുള്ളൊരു സംഭവമാണ് ഇത് മഴക്കാലത്ത് യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു സാൻഡലാണ് വരുന്നത് കേട്ടോ, പെൺകുട്ടികൾക്ക്. അപ്പോൾ ഇത് എങ്ങനെയാണ് സംഭവം എന്ന് വെച്ചാൽ, ഇത് നമുക്ക് ഇങ്ങനെ ഒട്ടിക്കുന്ന ടൈപ്പാണ്. ഈ 2 സൈഡ് ഇങ്ങനെ ഒട്ടിക്കുന്ന ടൈപ്പാണ്. അപ്പോൾ വലിച്ച് നമുക്ക് നമ്മുടെ കാലനുസരിച്ചിട്ട് നമുക്ക് ഒട്ടിക്കാനുള്ള ഓപ്ഷൻ വരുന്നുണ്ട്. ഞാൻ പിക്ക് ചെയ്തിരിക്കുന്ന സൈസ് ഇതിൽ 39 മോൾക്കുള്ള സൈസാണ് കേട്ടോ. ഇതിൽ കളേഴ്സ് വരുന്നുണ്ട്. ഇപ്പോൾ ഇതിൽ ആഷ്, വൈറ്റ്, ബ്ലാക്ക് ഇങ്ങനെ 3 കളറിൻ്റെ കോമ്പിനേഷനാണ് വരുന്നത്. ഇതിൽ ഫുൾ ബ്ലാക്ക് വേണമെന്ന് വെച്ചാൽ ഫുൾ ബ്ലാക്കിൽ വരുന്നുണ്ട്. പിന്നെ വൈറ്റ് മുകളിൽ വന്നിട്ട് അങ്ങനെ 3-4 കളർ സെയിം തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും മിക്സ് മാച്ച് ആയിട്ട് അങ്ങനെ ഉൾട്ട പുൾട്ടായിട്ട് അങ്ങനെ വെച്ചിട്ടുള്ള ഒരു കളക്ഷൻ. സൈസസും അവൈലബിൾ ആണ്. ഞാൻ പിക്ക് ചെയ്തിരിക്കുന്നത് ഇതിൽ 6 ആണ് കേട്ടോ സൈസ് വരുന്നത്. ഇതും ഒരു ഹീൽ ഇത്രയുണ്ട്. ഈ ഹീല് കംഫർട്ടബിൾ ആണെങ്കിൽ കുട്ടികൾക്ക് ഇത് ഓക്കെ ആണെങ്കിൽ, ഇല്ലെങ്കിൽ വലിയവർക്കായാലും ഇത് യൂസ് ചെയ്യാൻ പറ്റും. ഷൂട്ടോപ്പിയ ബ്രാൻഡിൽ നിന്നാണ് കേട്ടോ. ഷൂട്ടോപ്പിയ ബ്രാൻഡിൻ്റെ എൻ്റെ കയ്യിൽ കുറേ ഫുട്വെയറിൻ്റെ കളക്ഷൻസ് അവൈലബിൾ ആണ്. അപ്പോൾ ഇനി ബാറ്റ, ഇതെങ്ങനെ നമ്മൾ മറക്കൂല. നമ്മൾ ആ ചെരുപ്പിൻ്റെ പോർഷനിലപ്പോൾ നോക്കുകയാണെങ്കിൽ പണ്ടത്തെ ആൾക്കാർ ആദ്യം പറയുന്ന ഒരു ബ്രാൻഡ് ബാറ്റ തന്നെയായിരിക്കും. ആ ഒരു ബാറ്റയിൽ നമ്മൾ പിക്ക് ചെയ്തിട്ടുണ്ട്. സൗണ്ട് ഇത്തിരി പോയിട്ടിരിക്കാം കേട്ടോ. അപ്പോൾ അത് നെവർ മൈൻഡ്. ഇതാണ് ഇതിൻ്റെ പാക്കിങ് വരുന്നത്. ബാറ്റ ബ്രാൻഡിൻ്റെ. ഇതും മഴയത്ത് യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു സംഭവം തന്നെയാണ്. എന്താ രസമല്ലേ. ഇതൊക്കെ ഇട്ടാലേ പിന്നെ കാലും അങ്ങോട്ട് ഫിറ്റായി ഇങ്ങനെ ഇരുന്നോളും. പിന്നെ ചെരുപ്പ് ആ ഒരു സ്ഥലത്തേക്കും പോവില്ല. ചെരുപ്പുമ്പോൾ തന്നെ ഉണ്ടാവും. അല്ല, ചെരുപ്പ് കാലുമ്പോൾ തന്നെ ഉണ്ടാവും. അങ്ങനെയല്ല പറയേണ്ടത്, തെറ്റിയാ പറഞ്ഞത്. എന്തായാലും ഓക്കെ, ഇതാണ് ബാറ്റ ബ്രാൻഡിൻ്റെ ഈ ഒരു സാൻഡൽ. ഇതിന് മുന്നും ഒരെണ്ണം മേടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ആ മേടിച്ചാൽ ഈ നടുക്കിലത്തെ ഇങ്ങനെ ക്രോസ് ടൈപ്പ് ആയിട്ടുള്ളത് ഉണ്ടായിരുന്നില്ല. അതിൽ ഇതും പിന്നെ ഈ ബാക്ക് സൈഡ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പം ഞാൻ മേടിച്ചപ്പോൾ കുറച്ചുകൂടിയും ഇത് കുട്ടിക്ക് വേണ്ടി മേടിച്ചതാണ്. അതുകൊണ്ട് തന്നെ കുറച്ചുകൂടിയും സ്കൂളിലൊക്കെ പോകുമ്പോഴേ
ഓടിച്ചാടി നടക്കുമ്പോൾ സ്പോർട്സ് അങ്ങനത്തെ സംഭവത്തിനൊക്കെ യൂസ് ചെയ്യുമ്പോൾ വീഴാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് കുറച്ചുകൂടി ഇത് ടൈറ്റ് ആയിട്ട് ഇരിക്കുമല്ലോ. അപ്പോൾ ഈ കാണുന്ന സംഭവം ക്രോസ് ചെയ്യുന്ന സംഭവം ഇത് എലാസ്റ്റിക് ആണ്. അപ്പോൾ നല്ല ടൈറ്റിൽ അവിടെ ഫിറ്റ് ആയിട്ട് കിടന്നുള്ളൂ കേട്ടോ. ഇത് ബാറ്റ ബ്രാൻഡിൻ്റെ അടിപൊളി ഒരു സാൻഡൽ. ബ്ലാക്ക് വേണമെന്ന് പറഞ്ഞതുകൊണ്ട് സ്കൂളിലേക്ക് അങ്ങനെ ബ്ലാക്ക് മേടിച്ചിട്ടുള്ളതാണ് കേട്ടോ. അപ്പോൾ ഇഷ്ടം പോലെ ഇനിയും കളക്ഷൻസ് ഉണ്ട്, അതൊക്കെ കൊടുത്തിട്ടില്ല. അപ്പോൾ ഉള്ളത് ഞാനിപ്പോൾ റീസെൻ്റ്ലി പർച്ചേസ് ചെയ്ത സംഭവമാണ് കാണിക്കുന്നത്. ഇതിലും ഓഫേഴ്സ് ഉണ്ട്, ഫുട്വെയറിലും ഇപ്പോൾ ഓഫർ നടക്കുന്നുണ്ട്, ഇപ്പോൾ സെയിൽ നടക്കുന്നുണ്ട്. അൾട്ടിമേറ്റ് ബ്രാൻഡ് സെയിൽ. അപ്പോൾ ജൂൺ 5 തൊട്ട് സ്റ്റാർട്ട് ചെയ്തിട്ട് അത് 10 വരെയാണ് കേട്ടോ ഈ ഒരു സെയിൽ. അപ്പോൾ ഈ ഒരു സെയിൽ മിസ് ചെയ്യേണ്ട. ഈ സെയിൽ മിസ് ചെയ്ത് കഴിഞ്ഞാൽ ജൂൺ മാസത്തെ സെയിൽ കഴിഞ്ഞു, പിന്നെ അടുത്തത് ജൂലൈ മാസത്തിലേക്കുള്ള സെയിലിലേക്ക് വേണ്ടി വെയിറ്റ് ചെയ്യേണ്ടി വരും. അപ്പോൾ ഈ ഒരു സെയിൽ മിസ് ചെയ്യേണ്ട. ഇതിൻ്റെയൊക്കെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ മൈ ഹോൾ സ്റ്റോറിൽ നിന്നുള്ള ഒരു ഒറ്റ ലിങ്കും അതുപോലെ തന്നെ സെപ്പറേറ്റ് ഉള്ള ഒരു ലിങ്കും കൂടി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഏതിൽ വേണമെങ്കിലും ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഡയറക്റ്റ് ആമസോൺ സൈറ്റിലേക്ക് പോകും. അപ്പോൾ ഇതുപോലെ ഇനി നല്ല നല്ല കളക്ഷൻസും നല്ല നല്ല വീഡിയോസ് ആയിട്ട് വരണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട കേട്ടോ. അതിനൊരു രൂപ പോലും നിങ്ങൾക്ക് ചിലവില്ല. അപ്പം ഞാൻ ഇടുന്ന നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും, അപ്ഡേറ്റ് ആയിക്കൊണ്ടിരിക്കും. അപ്പോൾ അടുത്തൊരു പുതിയ വീഡിയോ ആയിട്ട് കാണാം. ടിൽ ദെൻ ബൈ.